ദൈവനാമത്തിന് സ്തോത്രം. ഒരു പ്രഭാതം കൂടി ദാനമായി നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി, കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. വൻതീരകളലർപ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ, എൻ പാടകിൽ ഞാൻ ഏകനാ ആശയറ്റെന്നു തോന്നുമ്പോൾ, ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ പകലിൽ പറഞ്ഞു നിർത്തിയൊരു ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനകത്ത് വളരെ ദൈവശബ്ദം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ദൈവസാന്നിധ്യം കൊണ്ടും സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു ദൂതിലേക്ക് നമ്മളിന്ന് പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് വളരെ ധ്യാനിച്ച ഒരു അധ്യായമാണ് ഈ 6-ാമത്തെ അധ്യായം. എന്നാൽ ചില മിനിറ്റ് കൊണ്ട് തന്നെ 23-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഗിദെയോനോട് ദൈവം സംസാരിക്കുന്ന ചില ദൂതുകൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ പകലിൽ താല്പര്യപ്പെടുന്നു. എന്നോട് ദൈവാത്മാവ് പിന്നെയും ഈ ദൂത് പ്രസ്താവിപ്പാൻ പറഞ്ഞു. അറിയത്തില്ല, ദൈവത്തിന് മാത്രമാണ് ഇതിൻ്റെ ആഴം അറിയാന്നുള്ളത്. ഇത് കേൾക്കുന്ന ദൈവജനത്തിന് ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അവിടെ യഹോവ അവനോട്, ആരോടെന്നറിയാമോ? ഗിദെയോനോട്. വേറെ ആരോടും സംസാരിപ്പാൻ ദൈവത്തിന് താല്പര്യമില്ല എന്നല്ല, ആ പാളയത്തിൽ ഒറ്റപ്പെട്ടവനായി നിൽക്കുന്ന ഗിദെയോന്റെ നടുവിൽ ഇറങ്ങി വന്ന് പറയുക, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട എന്നല്ല, നീ സമാധാനമായിരിക്കും.
ഈ പ്രഭാതത്തിൽ ആരോടോ ദൈവാത്മാ പറഞ്ഞു, നീ സമാധാനമായിരിക്കെ, നിന്നോട് ഇടപെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ പാളയത്തിൽ നീ ഒറ്റയ്ക്കാണെങ്കിൽ, പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്ന യോഹന്നാന്റെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, ശ്രേഷ്ഠകരമായ ദൈവം. നിന്നെ ആമേൻ, സ്തോത്രം, ചിലയിടത്തൊക്കെ ഒറ്റപ്പെടുത്തുന്നില്ലേ, കുറ്റപ്പെടുത്തുന്നില്ലേ, നിന്നെ മാറ്റി നിർത്തുന്നില്ലേ, ഇനിയില്ല എന്ന് പറയുന്നില്ലേ, നീ നന്നാകത്തില്ല എന്ന് പറയുന്നില്ലേ, നീ ജയിക്കത്തില്ല എന്ന് പറയുന്നില്ലേ, ഇനിയില്ല എന്ന് പറഞ്ഞ ചില മേഖലയില്ലേ, അതിൻ്റെ നടുവിൽ, നിന്റെ നടുവിലിറങ്ങി എന്ന് പറയുക, പ്രൈസ് ദി ലോർഡ്, നിനക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠകരമായ ഒരു ദൈവശബ്ദം നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവാത്മ പറയുക, നിനക്ക് സമാധാനം. ഭയപ്പെടേണ്ട, കാരണം നീ മരിക്കാനിരിക്കുന്ന ഒരു ഭാഗം ദൈവം അറിഞ്ഞു. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഇതൊക്കെ കുടുംബത്തിനകത്ത് മരണത്തിന്റെ ശക്തി അതിശക്തമായി ആഞ്ഞടിക്കുന്നു. സ്തോത്രം. നിന്നെ മരിക്കാതെ നിന്നെ കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ, നിന്നെ പ്രേരിപ്പിക്കുന്ന മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന, നാട് വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന, ആമേൻ, വാഹന അപകടത്തിൽ കൂടെ മരിക്കാമെന്ന് ചിന്തിച്ച് നിന്നെ പ്രേരിപ്പിക്കുന്ന ചില പൈശാചിക ശക്തികളെ ഇന്ന് പകൽക്കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിൻ്റെ മേൽ ജയമെടുക്കുന്നു. ദൈവാത്മാവ് ആരോടോ, യെസ്, ഇനി എന്തിനായി നിന്ന, ഇനി എന്തിനായി വേദന, എനിക്ക് ചുമക്കാൻ വയ്യ, കേട്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു വേദനയായി പരിണമിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും കരയുന്നുണ്ടോ ഇന്ന് പ്രഭാതത്തിൽ? നിങ്ങളോടാ പറയുന്നേ. ഹല്ലേലൂയ. വീട് മുഴുവനും മുഴങ്ങട്ടെ ഈ ശബ്ദം. നിങ്ങളിരിക്കുന്ന വീട് മുഴുവനും, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന കിച്ചൺ മുതൽ, നിങ്ങളായിരിക്കുന്ന ജോലിസ്ഥലം മുതൽ, നിങ്ങളായിരിക്കുന്ന ഭവനം മുഴുവൻ, എല്ലാ റൂമുകളിലും ഈ ശബ്ദം മുഴങ്ങട്ടെ. ആ കോമ്പൗണ്ടിൽ ഭരിക്കുന്ന ഭൂതത്തിന്റെ ശക്തികൾ ദൈവാത്മാവ് തുടച്ചു മാറ്റട്ടെ. ഞാൻ ഒറ്റയായിപ്പോയി, എന്നെ ഒറ്റയാക്കി, എന്നെ എല്ലാവരും മാറ്റി നിർത്തി കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഇനി മരിച്ചാൽ മതി. നിന്റെ പാളയത്തിനകത്ത് നിന്നെ കൊല്ലാൻ പതിയിരിക്കുന്ന ചില ആമേൻ, ഹല്ലേലൂയ, ജാതിക മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം തകർക്കുകയാണ്. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആമേൻ അനുഗ്രഹത്തിന്റെ പ്രഭാതമാ. വചനം പറയുന്നു, നീ നൈസ് പേഴ്സൺ. ആമേൻ. ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം ഒരു നല്ല മനുഷ്യനാക്കി പുറത്തിറക്കുക. വെരി നൈസ്. നീ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഇന്ന് പകൽക്കാലം. നീ ജെന്റിൽമാൻ ആണ്. പക്ഷെ നിന്നെ പലപ്പോഴും ഒതുക്കിക്കളയാൻ, ഒതുക്കി ഒരു സൈഡിൽ കൊണ്ട് നിർത്തി നിന്നെ പരാജയത്തിൻ്റെ ആ ചുഴിക്കകത്തേക്ക് ആമേൻ തകർത്ത് കളയാൻ നിൽക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇന്ന് പകൽക്കാലം പറയുക, ഗിദെയോനെ, നീ ഭയപ്പെടേണ്ട, നീ മരിക്കില്ല. ദേവദാസിയെ, നിങ്ങളോടാ പറയുന്നത്. കഴിഞ്ഞ രാത്രി നിങ്ങൾ മരിക്കാൻ ആഗ്രഹിച്ചു അല്ലേ? മരണം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇല്ല. മരണത്തിന് ശേഷവും നിങ്ങളെ പിന്തുടരുന്ന ചില പോരുകളെ നിങ്ങളുടെ കണ്ണുകൾ തിരുമ്മി അടയും മുൻപ് നിങ്ങളുടെ മുൻപിൽ, അവരുടെ മുൻപിൽ ജയം തന്നല്ലാതെ ഹല്ലേലൂയ നിങ്ങളെ മരിക്കാൻ അനുവദിക്കത്തില്ല. മരണത്തിന് നിങ്ങളെ പേടിയാ. കാരണം നിങ്ങളുടെ മേലിരിക്കുന്ന ദൈവാത്മാവ് ഇന്ന് പകലിൽ അതങ്ങനെ തന്നെ സംസാരിക്കുകയാണ്. സ്തോത്രം. താങ്ക് യു ഫാദർ. ശമനപരകതുനി. എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ദൈവശബ്ദമുണ്ട്. ശ്രദ്ധിച്ചാലും, ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട. അനുഗ്രഹിക്കപ്പെട്ട വാക്കല്ലേ? മരിക്കാൻ ഇരിക്കുന്നവരും ചാടി എണീറ്റ് മരണത്തിൻ്റെ ആ ഒരു പ്രവണതയെ കുടഞ്ഞു കളഞ്ഞ് ശവനവരഗതനാകര ചാടി എണീച്ച് മുമ്പിലോട്ട് പോകുന്ന ഒരു ശബ്ദമല്ലേ? ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക.
ആമേൻ. നിന്റെ ബലം ക്ഷയിച്ചു പോയോ? അഭിഷത്തിനെ, നിങ്ങളുടെ ബലം എങ്ങോട്ട് പോയി? നിങ്ങളെന്താ തളർന്നു പോയിരിക്കുന്നേ? അഭിഷത്തയെ, നിങ്ങളെന്താ പേടിച്ചിരിക്കുന്നേ? നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്നാണോ? ആമേൻ. ഒരു 33.5 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. നല്ല ആരോഗ്യവും ബലവും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പിടിക്കുക, കരത്തെ പിടിക്കുക. ആരോഗ്യമുള്ള മനുഷ്യനാ പറയുന്നേ. പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ പടവെട്ടാം. നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് പകൽക്കാലം യുദ്ധം ചെയ്യാം. ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. ആമേൻ. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു മനുഷ്യൻ ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അവൻ്റെ പേരാണ് യേശു. അവൻ്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് ഞാൻ അനുഭവിക്കുന്നു ആ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. ഒറ്റ വാക്കുകൊണ്ട് ചിലരെ ബലപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. ചിലരെ ഒരു വാക്കുകൊണ്ട് തളർത്തിക്കളയും. പക്ഷെ ചിലരെ ഒരു വാക്കുകൊണ്ട് മരണത്തിൽ നിന്ന് വരെ വിടുവിക്കാൻ കഴിയും. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും ബലം നശിച്ച് നിന്നെ തകർത്ത് കളയാൻ ശത്രു പലപ്പോഴും ചിന്തിച്ച് നിന്നെ ഒതുക്കാൻ നോക്കി. മിദ്യാനിയർ, യെബൂസ്യർ, ഫെലിസ്ത്യർ, ഗീത്യർ തുടങ്ങിയവരെ നിനക്ക് ചുറ്റും പാളയമടിച്ച് കടൽക്കരയിലെ മണൽത്തരി പോലെ ശത്രുക്കൾ ഒന്നിച്ചു നിന്നെങ്കിലും നീ പേടിക്കണ്ട, നീ ഒറ്റയ്ക്ക് മതി. കാരണം രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഈ പ്രഭാതം നിനക്കുള്ള പ്രഭാതമാണ്. ഈ പ്രഭാതം നിന്റെ ജീവിതത്തെ തിരുത്തിക്കുറിക്കുന്ന പ്രഭാതമാണ്. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു അത്ഭുതത്തിൻ്റെ പ്രഭാതമാണ്. കാരണം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ മരിക്കില്ല. ഈ ലോകത്തിൽ നിന്റെ മരണം കൊതിക്കുന്ന ഒത്തിരി പേര് ദേശത്തുണ്ട്. ഇവളൊന്ന് മരിച്ചെങ്കിൽ, ഇവളൊന്ന് തീർന്നെങ്കിൽ, ഇവനൊന്ന് മരിച്ചെങ്കിൽ, ഇവനൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന. പക്ഷെ ദൈവാത്മാ പറയുന്നു, ഇല്ല, മരണത്തെ വരെ നിന്നെ പേടിയാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം പറയുന്നു, മരണം അവരെ കണ്ടപ്പോൾ ഓടിയെന്ന. മരണത്തിന് വരെ അഭിഷക്തന്മാരെ പേടിയാ. ഇന്ന് പകൽക്കാലം അഭിഷക്തനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം. ശമനാരുതനാരുകൽക്കന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. തന്ന എല്ലാ ദൂതനായി നന്ദി. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.